മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് ഞാൻ നമ്മളെ പൂക്കളം തേക്കാൻ പോണത്. പൂക്കളതാ ആകെ ഇങ്ങോട്ട് പൊതിർന്ന് ഒലിച്ച് പോയിട്ടുണ്ടേ. ആകെ മൊത്തം മറവിയായിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മളെ പൂക്കളം അടച്ചു വയ്ക്കാൻ തന്നെ മറന്നുപോയി. അത് കാരണം എന്തായി, നന്നായിട്ട് മഴ പെയ്തിട്ട് നമ്മളെ പൂക്കളം ആകെ നനഞ്ഞ് കുതിർന്ന് ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏതായാലും നമ്മൾ നിത്യം ഇങ്ങനെ തേക്കുമല്ലോ, അപ്പോൾ അങ്ങനെ കുറച്ച് മണ്ണും ചാണകം കൂട്ടിയിട്ട് അങ്ങനെ തേച്ച് കൊടുത്തതായിരുന്നു. ഇന്നും ഇപ്പോൾ ഇതാ നമ്മൾ ചാണകം തേക്കുകയാണേ, പൂക്കളം ഇടണ്ടേ. ഏറ്റവും വലിയ രസം അതല്ല കേട്ടോ, ഞാൻ പൂക്കളം ഉണ്ടാക്കിയത് ഏട്ടൻ്റെ ബൈക്കിൻ്റെ ടയർ വെച്ചിട്ടായിരുന്നേ. ഏട്ടനോട് ഗുഡ്സിൻ്റെ ടയർ എടുക്കാനാണല്ലോ പറഞ്ഞത്. ഞാൻ പോയിട്ട് ഏട്ടൻ്റെ ബൈക്കിൻ്റെ ടയർ തന്നെ എടുത്തു, ഉള്ളതിൽ വലിയത് നോക്കി. അതുകൊണ്ട് തന്നെ ആളെ ദൂരം എടുക്കുകയും ചെയ്തിട്ടോ തറയുമെന്ന്. ഏട്ടൻ്റെ പുതിയ ടയറേന്നും പോലും അത്. പുതിയ ടയർ ചേട്ടൻ്റെ കൂട്ടുകാരൻ കൊടുത്താണെന്ന് പറഞ്ഞ്, ഉപയോഗിക്കാത്ത ടയറാണ് ഈ എടുത്തോന്ന് പറഞ്ഞിട്ട് കൊടുത്താണെന്ന് പറഞ്ഞ്. 10,000-2,000 രൂപ വില ഉണ്ടാവുമല്ലോ അതിന്. എന്നോട് എനിക്ക് 2,000 രൂപേൻ്റെ ടയറിൻ്റെ വേണമല്ലോ എനിക്ക് പൂക്കളം ഉണ്ടാക്കാനെന്ന് വെച്ചിട്ടോ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലല്ലോ, ഞാൻ പിന്നെ ചെറിയ ടയർ എടുക്കാൻ എന്നോട് പറഞ്ഞതല്ലോ, പക്ഷെ ഞാനതൊന്നും കേട്ടിട്ടില്ല. പിന്നെ പൂക്കളം ഇടുമ്പോൾ അത്യാവശ്യം വലിയ കളായാൽ നമുക്ക് സുഖമായിട്ട് പൂവിടാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വലുതെടുത്തത്. ആളേതായാലും അത് എടുത്തു കൊണ്ടുപോവുകയും ചെയ്തിട്ടോ. പിന്നെ നമ്മൾ ഇനി ടയറില്ലാന്ന് കരുതിയിട്ട് നമുക്ക് പൂക്കളം ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനിതാ കൈകൊണ്ട് ഇങ്ങനെ അത്യാവശ്യം വട്ടത്തിൽ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തേ. പിന്നെതാ അനുക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. ഓള് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും സമയം ഞാൻ കാത്തു നിൽക്കണത്. ചാണകമൊക്കെ തേച്ച് കാത്തു നിൽക്കുക ഇത്ര നേരം. അതിൻ്റെ ഇടയിൽ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾ എണീറ്റ് വരണ്ടേ. എണീറ്റ് വന്ന് ഇങ്ങോട്ട് പൂവിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. തുടക്കത്തിലൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ, ഇപ്പം ഇഷ്ടമൊന്നുമില്ല. എന്നാലും പിന്നെ എൻ്റെ നിർബന്ധത്തിന് ഇങ്ങനെ പൂവിടാൻ കേട്ടോ. നിർബന്ധത്തിന് വെച്ചാൽ ഓൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്, നീക്കാനാണ് മടി, നീച്ച് കിട്ടാനാണ് പ്രയാസം. പിന്നെ ആളിതാ പോയിട്ട് മുറ്റത്തുള്ളൊക്കെ പറിച്ച ശേഷം റോഡ് സൈഡിലുള്ള പൂവും കൂടെ പറിക്കുകയാണേ. എനിക്കിങ്ങനെ പേടിയാവണുണ്ട് റോട്ടുമ്പോൾ നിന്നിട്ട്. നമ്മളെ വീടിൻ്റെ അടുത്ത് ഇന്നലെ ഒരു വല്യച്ഛനെ നമ്മളെ വീടിൻ്റെ മുന്നിൽ നിന്നാണ് കേട്ടോ ഈ ഡ്രൈവിംഗ് സ്കൂളിലത്തെ കുട്ടികളെ കയ്യിൽ നിന്ന് കാറ് തട്ടിയത്. എന്നിട്ട് ആ വല്യച്ഛന് കാലിന് ഓപ്പറേഷനൊക്കെ വേണം ഇനി. അപ്പോൾ 60 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും വല്യച്ഛന്. ഓപ്പറേഷനൊക്കെ വേണം ഇനി, വണ്ടി തട്ടിയതല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ പേടിയാവുക. ഈ പെൺകുട്ടി ഇങ്ങോട്ട് വരുന്നുമില്ല, അതാലും വരുന്നുണ്ട്. തുള്ളി കളിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. റോട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, റോട്ടിൽ കൂടെ നടക്കാൻ. അങ്ങനെതാ കിട്ടിയ പൂവൊക്കെ ആയിട്ട് നമ്മൾ പൂവിടാൻ പോവുകയാണേ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വേഗം പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഇടുന്നതിനേക്കാളും രസം, ഞാൻ അങ്ങനെ പറയും കേട്ടോ, ഇതൊക്കെയാണ് അനുമോളെ രസം. നമ്മളെ വീട്ടിലുള്ള പൂക്കളൊക്കെ പറിച്ച് അതൊക്കെ പറിക്കാൻ നടക്കുന്നതും അതൊക്കെയാണ് അതിൻ്റെ രസമാണോ. അല്ലാതെ ഇങ്ങനെ അങ്ങാടിക്കടയിൽ നിന്ന് വേഗം വാങ്ങിയിട്ട് അങ്ങോട്ട് പൂവിടണമെന്നും അതൊന്നും രസമല്ല. കാണാൻ ഭംഗി കൂടുതലുണ്ടാവും, പക്ഷേ ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. ഇങ്ങനെ പൂവ് വരച്ചിട്ടിടണം. ഇന്ന് രാവിലെ തന്നെ നല്ലൊരു ഓർമ്മ കിട്ടീന് കേട്ടോ. ചേമ്പിൻ്റെ പൂവ് പറിക്കാൻ പോയപ്പോഴേ പറമ്പിലൊന്ന് വീണു. എന്നിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് പാട്ട് പാടി. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പൂവിടാൻ തന്നെ ഒരുങ്ങിയത്. ഞാൻ അവളോട് ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ അതൊക്കെ എനിക്കൊരു ഓർമ്മ ആയില്ല. അന്ന് ഞാൻ പൂവ് പറിക്കാൻ പോയപ്പോൾ വീണില്ല അമ്മ എന്നൊക്കെ പറയണേ, അതൊക്കെ ഒരു ഓർമ്മയല്ലേ നോക്കിയിരുന്നു. എന്നിട്ട് എന്നോട് അമ്മച്ചിക്കത് പറഞ്ഞാൽ മതി, എനിക്കാണ് വേദന ആയതൊക്കെ പറഞ്ഞിട്ട് എന്നോട്. പിന്നെ അങ്ങനെ രണ്ടാളും കൂടെ ഇങ്ങനെ പൂവിടുകയാണ്. അമ്മൂസുട്ടീനെ ഞാനവിടെ സ്റ്റെപ്പും വരെ ഇരുത്തിയതാണ് കേട്ടോ. ആളും കൂടി ഉണ്ടായാൽ പിന്നെ നല്ല രസമായി ഉണ്ടാവും. പൂക്കളൊക്കെ വേഗം ഇട്ട് കഴിയും. പിന്നെ ഞാൻ പിന്നെ പൂക്കളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ മുറ്റത്തുള്ള മാവിൻ്റെ ഇല എടുത്തിട്ട് ഡിസൈൻ ഉണ്ടാക്കാൻ നോക്കുകയാണേ. അതിൻ്റെ നീളമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് തണ്ട് ഭാഗം വെട്ടിക്കളഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ ഒരു നമ്മുടെ സൂര്യകിരണം പോലെ ഒരു ഡിസൈനാക്കി എടുത്തു കേട്ടോ. എങ്ങനെയുണ്ട്, കാണാൻ രസമുണ്ടോ? എന്തായാലും നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പൂക്കളൊക്കെ ഇട്ട് കാണുമ്പോൾ. അനുമോൾ വലിയേറെ ഹാപ്പിയാണ്. അങ്ങനെ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ തൃക്കേട്ട ദിനത്തിലെ പൂക്കളം. കാണാൻ ഭംഗിയുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനത്തെ നമ്മൾ പൂക്കളൊക്കെ ഇടുമ്പോൾ ഒരാൾ അവിടെ വിട്ടിരിക്കുന്നുണ്ട് കേട്ടോ വിശന്നിട്ട്. പിന്നെ ഞാൻ വേഗം പോയിട്ട് അമ്മോസുട്ടിക്ക് ചായ കൊടുക്കുകയാണേ. പുട്ടും കടലക്കറിയാണ് കേട്ടോ നമുക്ക് ചായക്ക് കടിയായിട്ട്. പിന്നെ ഞങ്ങളങ്ങനെ ഇരുന്നു, ഞാനും അമ്മയും അച്ഛനും അനുമോളും കൂടെ ചായ കുടിക്കുകയാണേ. അതിൻ്റെ ഇടയിൽ ഒടുക്കാത്ത കരച്ചിലാണ് എൻ്റെ അമ്മു. എന്നും ചായ കുടിക്കും, ഭക്ഷണം കഴിക്കണ നേരം എന്നും ഒരു അടിയാണ് കേട്ടോ. ഇന്നത്തെ അടീൻ്റെ വിഷയം എന്താ അറിയോ, അമ്മൂസിൻ്റെ കപ്പിലാണ് അനുമോള് ചായ കുടിക്കുന്നത്. ആ ഒരു കപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു അടി ഉണ്ടായത്. അതൊക്കെ കഴിഞ്ഞ് ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം ഓളെ പോയിട്ട്
കുളിപ്പിച്ചിട്ട് ഇനി വേഗം ഉറക്കണം, എന്നെങ്കിലേ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്